ഹലോ ഗായ്സ്, ഞങ്ങളിന്നൊരു ട്രിപ്പ് പോവാണ് കേട്ടോ. പാലക്കാട് കൊല്ലങ്കോട്ടിലേക്കാട്ടോ പോകാൻ വിചാരിച്ചിരിക്കുന്നത്. രാവിലെ ഒരു 6 മണിക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞ 2 ആൾക്കാരാണ് കേട്ടോ. ഞങ്ങൾ ഇറങ്ങിയത് 8:30. ഞായറാഴ്ച ആയതുകൊണ്ട് കുറേ ടൈം കടന്നുറങ്ങി. നേരം വെളുത്തത് അറിഞ്ഞില്ലേ. ഞാൻ ഈ ഒരു ടോപ്പും പാൻറ്റും ആണ് കേട്ടോ ഇടുന്നത്. അങ്ങനെ ഞങ്ങളുടെ യാത്ര തിരിച്ചു. 8:30 കേട്ടോ ഇറങ്ങിയത്. ചെറിയ രീതിയിലുള്ള തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പോയപ്പോൾ. ആ ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്തിട്ട് ഞങ്ങളുടെ യാത്ര ഇങ്ങനെ തുടർന്ന്. നമുക്ക് ആ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു തണുപ്പുണ്ടല്ലോ, അതൊരു പ്രത്യേക ഫീലാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെ റോഡിൽ ഒരുപാട് ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ ഫ്രീ ആയിട്ട് പോകുന്നതാണ് കേട്ടോ എനിക്ക് കൂടുതൽ താല്പര്യം. നമ്മളൊന്ന് വണ്ടി കൊണ്ടുവന്ന് റോട്ടുമ്മയ്ക്ക് ഇറങ്ങിയാൽ മതി, അപ്പോൾ കാണും ഇങ്ങനെ ഓരോ വണ്ടികളും വന്നിട്ട് ഇങ്ങനെ ബാക്കിൽ പി 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 എന്ന് പറഞ്ഞാണ്ട് ഇങ്ങനെ ഹോൺ അടിച്ചും കൊണ്ട് അത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ദേഷ്യമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പെരിന്തൽമണ്ണയിലെത്തി കേട്ടോ. പെരിന്തൽമണ്ണയിലെത്തിയപ്പോഴാണ് ഈ ഒരു അടിപൊളി ബൈക്ക് ഞാൻ കണ്ടത്. അപ്പോൾ ഞാനൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ആ ഒരു ബൈക്കിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ പോവാണ് കേട്ടോ. പെട്ടെന്ന് വിശപ്പിൻ്റെ ഒരു നിലവിളി വയറ്റിന്ന് കേട്ടതുകൊണ്ട് രാവിലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു കടയിൽ ഇറങ്ങി കേട്ടോ. നല്ല ദോശയും അതേപോലെ തന്നെ വെള്ളമാണ് കേട്ടോ കുടിച്ചത്. ഞങ്ങൾ 2 പേരും ചായ കുടിക്കില്ല കേട്ടോ, അതുകൊണ്ടാണ് വെള്ളം കുടിക്കുന്നത്. അങ്ങനെ ദോശയും വെള്ളമൊക്കെ കുടിച്ച് അതിൻ്റെ ബില്ലൊക്കെ കൊടുത്തു കേട്ടോ. പിന്നെയാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഗ്ലാസ്സിൽ ഒരുപാട് പൊടികൾ ഇരിക്കുന്നത് കണ്ടത്. അത് വേറൊന്നുമല്ല, പുട്ടുപൊടികളാണ് കേട്ടോ. വെറൈറ്റി പുട്ടുപൊടി, എന്താ പറയുക, ഈ കമ്പത്തിൻ്റെ പുട്ടുപൊടി, ചോളത്തിൻ്റെ പുട്ടുപൊടി, അങ്ങനെ ഓരോ വെറൈറ്റി പുട്ടുപൊടികളാണ് കേട്ടോ. അതിങ്ങനെ ഓരോന്ന് പൊടിച്ചുണ്ടാക്കി വെച്ചിരിക്കുന്ന പൊടികളാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ മെല്ലെ ഇറങ്ങി. പാലക്കാട് എത്താനായി ഏകദേശം. അപ്പോഴേക്കും തന്നെ ഭയങ്കര ചൂട് കിട്ടായി. എന്താ ചൂട് അവിടുത്തെ. പോകുന്ന റോഡിലൊക്കെ ആരുമില്ല കേട്ടോ, തീരെ വണ്ടികളൊക്കെ കുറവാണ്. അതുകൊണ്ട് നല്ല സുഖത്തിൽ പോകാൻ പറ്റി. ബ്ലോക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പാലക്കാട് ടൗൺ എത്തി കേട്ടോ. പാലക്കാട് ടൗൺ എത്തിയപ്പോഴാണ് ഒന്ന് ATM കയറണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടെ നിർത്തിയിട്ട് ATMലൊക്കെ പോയി. പാലക്കാട് ടൗണിൽ നിന്ന് കുറച്ചുള്ളൂ കേട്ടോ കൊല്ലങ്കോട്ടിലേക്ക്. ഞങ്ങൾ ഏകദേശം കൊല്ലങ്കോട്ടിലേക്ക് എത്താറായി കേട്ടോ. കൂടുതലായിട്ടും അവിടെ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. കുറേ പച്ചപ്പ്, മലനിര, ഇതൊക്കെ നല്ല ശാന്തമായ ഒരു അന്തരീക്ഷമാണ് കേട്ടോ. അവിടെ നല്ല പച്ചപ്പും മലനിരയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു കുളിർമയാണ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ മഴക്കാലത്ത് വരുന്നതായിരിക്കും കേട്ടോ നല്ലത്. നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ലൊരു ഇതുണ്ടാവും. ഞങ്ങൾ വരുന്ന ടൈമിൽ കുറച്ച് യാത്രക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇജാതി ചൂടുകൊണ്ട് കുടയും ചൂടിയൊക്കെയാണ് വരുന്നത്. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് ഫോട്ടോഷൊക്കെ എടുക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോഴേക്ക് ആള് പിണങ്ങി. ആ ടൈമിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പം എനിക്ക് ദേഷ്യം വന്നിട്ടുണ്ടാവും. ഞങ്ങൾ ഒരു തെറ്റൽ നിർബന്ധമാണ് കേട്ടോ ഡെയിലി. എനിക്കാണെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരും. ആ ഒരു ടൈപ്പാണ് ഞാൻ. ഞങ്ങൾ തെറ്റിയാലും ഒരു 5 മിനിറ്റ് കൊണ്ട് ഞങ്ങളും വീണ്ടും കേട്ടോ. അത്രേ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ തെറ്റലൊക്കെ. പിന്നെ അവിടുന്ന് കുറച്ച് ഫോട്ടോസും റീലൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച്. എൻ്റെ പൊന്നോ, എന്തൊരു വെയിലറിയോ. ഇജാതി വെയിലത്ത് ക്യാമറയിൽ നോക്കാനും കൂടി പറ്റുന്നില്ല. അത്രയ്ക്കും വെയിലുണ്ടായിരുന്നു കേട്ടോ. നല്ല കത്തുന്ന ചൂടായിരുന്നു കേട്ടോ. എങ്ങനെയൊക്കെയോ ഞങ്ങൾ 2 ഫോട്ടോസും റീലൊക്കെ എടുത്ത് ഒരുവിധം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യത്തിന് യാത്രക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഫാമിലിയൊക്കെ ആയിട്ട് വരാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണ് കേട്ടോ.
പിന്നെ ഞങ്ങൾ അവിടുന്ന് 2-2:30 ആയപ്പോൾ മെല്ലെ ഇറങ്ങി കിട്ടോ. ആ ടൈമിലേക്ക് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ട് അവിടെ അടുത്തുള്ള ഒരു ഹോട്ടൽ തന്നെയാണ് കേട്ടോ. കൂടാറെന്ന് പറയുന്ന ഒരു ചെറിയൊരു ഹോട്ടലാണ്. എൻ്റെ പൊന്നു, ആ ഒരു ഹോട്ടലിലേക്ക് കാലെടുത്ത് വെക്കാൻ പോലും ഗ്യാപ്പില്ല, അത്രയ്ക്കും തിരക്കായിരുന്നു കേട്ടോ. എന്നാൽ പിന്നെ ഈ ഹോട്ടലിലെ തിരക്കല്ല എന്ന് വിചാരിച്ച അപ്പുറത്തെ ഹോട്ടലിലേക്ക് പോയി. അവിടെയാണെങ്കിലോ ഒടുക്കത്തെ തിരക്ക്, ഇതിലേറെ തിരക്ക് അവിടെയാണ്. പിന്നെ ആദ്യം വന്ന ഹോട്ടലിലേക്ക് തന്നെ ഞങ്ങൾ തിരിച്ച് വന്ന് ഒരു വിധത്തിൽ എങ്ങനെയൊക്കെ ഒരു ഷീറ്റ് കിട്ടി. ഞങ്ങൾ ചോറായിരുന്നു കേട്ടോ കഴിച്ചത്. ചോറിന് കറിയായിട്ട് സാമ്പാറും മീൻ കറിയാണ് ഉണ്ടായിരുന്നത്. ഞാൻ സാമ്പാർ ഒഴിച്ചു. പിന്നെ വേറെ എന്തൊക്കെയോ 2-3 കൂട്ടാനൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരു ചെമ്മീനും ഓർഡർ ചെയ്തു. ചോറും കൂട്ടാനും കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് മെല്ലെ ഇറങ്ങി ഒരു 6-6:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലെത്തി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ. വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം.